മലയാള സിനിമാ സങ്കല്പത്തിലെ എല്ലാ നായികാ സങ്കല്പങ്ങളെയും തച്ചുടച്ച ചിന്നുവും നമ്മുടെ എല്ലാം കൽവിലേക്ക് കുടിയേറിയ രഞ്ജിത്തുമാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. സ്വാഗതം. താങ്ക് യു. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്, നമുക്ക് കാണാമല്ലോ ചുറ്റും ഗോളമാണ്. നമ്മൾ ഇന്ന് ഗോളത്തിനെ പറ്റി സംസാരിക്കാനാണ് എന്നോട് ചിന്നുവും രഞ്ജിത്തും ഉള്ളത്. എന്താണ് രഞ്ജിത്ത് ഗോളം? ഗോളം ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. അത് ഒരു നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ ഒരു മരണം നടക്കും ഒരു ഓഫീസ് സ്പേസിൽ. അത് അന്വേഷിക്കാൻ വരുന്ന ഒരു IPS ഓഫീസറാണ് ഞാൻ. അതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ചിന്നു, നമ്മുടെ റൈറ്റർ പ്രവീൺ പുള്ളി ചെയ്തിട്ടുണ്ട്, നമ്മുടെ സിദ്ദിഖുണ്ട്, ദിലീഷ് ഏട്ടനുണ്ട്, സണ്ണീവീനുണ്ട്. ഒരു മേർഡർ മിസ്റ്ററിയാണ്. അപ്പം നിങ്ങളെ ത്രില്ലടിപ്പിക്കാൻ തന്നെയാണ് ഉദ്ദേശം. സോ അതാ ഗോളം. ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ കാണും, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പം നോർമലി കാണുന്ന അങ്ങനത്തെ സിനിമകളിൽ നിന്ന് എന്താണ് ഗോളം വ്യത്യസ്തമാക്കുന്നത്? സോ നമ്മൾ ടെക്നിക്കലി പറഞ്ഞാൽ നമ്മളിതൊരു ആനമോർഫിക് ലെൻസ് വെച്ച് ഉപയോഗിച്ചത്, ഷൂട്ട് ചെയ്തത് ആനമോർഫിക് ലെൻസ് വെച്ചപ്പോൾ. അപ്പോൾ അതിനൊരു കുറച്ച് ഡാർക്ക് ടോൺ ഉണ്ട്. പിന്നെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഈ പടത്തിൻ്റെ മേക്കിംഗ് പ്രസൻറ്റേഷൻ, അതിൻ്റെ സൗണ്ട് ഡിസൈൻ ആയാലും സൗണ്ട് മിക്സിംഗ് ആയാലും ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ചെയ്തത്. നമ്മുടെ ടെക്നീഷ്യൻസിനെ പറ്റി പറഞ്ഞാൽ നമ്മുടെ വിഷ്ണു ഗോവിന്ദ ഈയിടയ്ക്ക് ആവേശം ചെയ്ത്, പിന്നെ വിഷ്ണു സുജാതൻ ട്രെയിൻ ചെയ്ത്, അവരെ സൗണ്ടിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത്. കാരണം ഈ ത്രില്ലർ സിനിമ എന്ന് പറഞ്ഞാൽ മോസ്റ്റ്ലി ഫുൾ ഓവറോൾ എക്സ്പീരിയൻസ്, സൗണ്ട്, മ്യൂസിക്, പിന്നെ ഇതിൻ്റെ മ്യൂസിക് തന്നെ AB സാൽവിൻ തോമസാണ് ചെയ്തത്. പുള്ളി ഒരുപാട് ഓർക്കസ്ട്രൽ ആയിട്ടുള്ള സ്കോർസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. മറ്റേ മൂഡ് എലിവേറ്റ് ചെയ്ത്, മറ്റേ സീൻ എന്തോ നടക്കുന്നതനുസരിച്ച് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പുതിയൊരു എക്സ്പീരിയൻസ് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇപ്പം ചിന്നുവിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ അല്ലെ മലയാളി നായികാ സങ്കല്പങ്ങളെയൊക്കെ പൊളിച്ചെഴുതിയ ആളാണ് ഇരിക്കുന്നത്. അപ്പൊ ചിന്നുവിനെ എന്താണ് ഗോളം എന്ന സിനിമയിലേക്ക് ആകർഷിച്ച ഒരു ഘടകം എന്തായിരിക്കും? എനിക്ക് എന്നെ സംജാത് വിളിച്ചതിൻ്റെ സ്റ്റോറി പറയുമ്പോൾ എനിക്ക് നറിയേറ്റ് ചെയ്തത്, ഞാൻ സ്ക്രിപ്റ്റ് പിന്നീടാണ് വായിച്ചത്. അപ്പം അത് എനിക്ക് ആ ജോണർ, ഒരു ത്രില്ലർ, ഒരു ഇൻവെസ്റ്റിഗേറ്റ്, ഒരു മേർഡർ മിസ്റ്ററി, ആ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണർ എനിക്ക് ഭയങ്കര പേഴ്സണലി ആസ് എ വ്യൂവർ എനിക്ക് ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോണറാണ്. മാത്രമല്ല എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള മൂവികളുടെ ഭാഗമാകണം, വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ തേടി വന്ന ഒരു മൂവിയാണ് ഗോളം. അപ്പോൾ ഐ ഡിഡ്ന്റ് പിക്ക് ഗോളം ബിക്കോസ് ഓഫ് ദ ക്യാരക്ടർ, പക്ഷേ ബിക്കോസ് ഓഫ് വാട്ട് ദ മൂവി ഇസ്. അപ്പം ഈ പറയുന്ന ഒരു ത്രില്ലർ മൂവിക്ക് ഉണ്ടാകുന്ന ഒരു സ്ഥിരം ടെംപ്ലേറ്റ് ഉണ്ട്. ഒരു മർഡർ നടക്കുന്നു, അവിടെ അന്വേഷിക്കാനുള്ളവർ വരുന്നു, അത് അന്വേഷിക്കുന്നു, തെളിയുന്നു. അപ്പോൾ ഇത് തന്നെയാണ് എല്ലാ മൂവീസിൻ്റെയും ടെംപ്ലേറ്റ്, അത് മാറ്റാൻ പറ്റില്ല. ഇതിൽ ഏത് പോയിന്റിൽ വെച്ചിട്ടാണ് നമുക്ക് ഗെസ് ചെയ്ത് നമ്മുടെ സർപ്രൈസ് നഷ്ടപ്പെടുക എന്നുള്ളിടത്താണ് ആ മൂവിയുടെ വിജയം ആക്ച്വലി വരുന്നത്. അത് എത്ര ഡിലേ ആക്കാൻ പറ്റുമോ, എത്ര സർപ്രൈസിങ് ആക്കാൻ പറ്റുമോ അത്രയും നല്ലതായിരിക്കാം നമുക്ക് ആ ത്രില്ലറിൽ നിന്നുണ്ടാവുന്ന എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വേൾഡ്, ആ പറയുന്ന സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ്, ആരാ ഇത് ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ഉള്ളത് പ്രോബബ്ലി ഈസ് വാട്ട് വിൽ മേക്ക് ഗോളം ഡിഫറെൻറ്റ് ദൻ അതർ ത്രില്ലർ മൂവീസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ ഭാഗമായി. കാരണം ചിന്നുവിനോട് ചോദിക്കാതിരിക്കണം, കാരണം ചിന്നുവിലേക്ക് വരുന്ന ഓരോ കഥാപാത്രങ്ങളും വ്യത്യസ്തമാണ്. അപ്പോൾ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ഇപ്പം എല്ലാവർക്കും അല്ലേ കിട്ടണം എന്നില്ല. അപ്പോൾ അത് ശരിക്കും ചിന്നു മനഃപൂർവ്വം ബോധപൂർവ്വം എടുത്തൊരു തീരുമാനമാണോ ഇങ്ങനെ ഒരു കഥാപാത്രത്തിന്റെ അടുത്തേക്ക് ഒരു ഷിഫ്റ്റ് എന്നുള്ളത്? ഐ ഹവ് ജസ്റ്റ് ബീൻ എക്സ്ട്രീംലി ലക്കി. എനിക്ക് എന്തോ എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ ചെയ്തിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും അങ്ങനെ നല്ല കഥാപാത്രങ്ങളായി മാറി. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് താല്പര്യമില്ലാത്ത കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സിനിമകൾ വേണ്ടാന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രിവിലേജ് എനിക്കുണ്ടായിരുന്നു ഭാഗ്യവശാൽ. അത് കാരണം എനിക്ക് അത്ര ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതുവരെ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. അതായത് ആ ഫിലിമിനോടുള്ള സ്നേഹം, എനിക്ക് ആ ക്യാരക്ടർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അപ്പുറം വേറെ ഒന്നിനും വേണ്ടി എനിക്ക് സിനിമ ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇറ്റ്സ് എ മിക്സ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. എന്നെ തേടി നല്ല ഫിലിം മേക്കേഴ്സും അവരുടെ നല്ല സിനിമകളും വന്നു. അത് എനിക്ക് ആ സമയത്ത് അത് ചെയ്യാൻ പറ്റി. ഇറ്റ്സ് എ മിക്സ് ഓഫ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം രഞ്ജിത്തിലേക്ക് വരുമ്പോൾ മൈക്ക്, കൽബ്, അതിൽ നിന്ന് ഞങ്ങളല്ലേ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ പറയുന്നത് ഭയങ്കര ലുക്ക് ചേഞ്ച് ആയി പോയി എന്നുള്ളത്. അപ്പം അതും മൂന്നും ഡിഫറെന്റ് ജോണറിലുള്ള സിനിമകൾ എന്ന് തന്നെ പറയാം. അതും ഒരു പുതുമുഖ താരത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യമല്ലേ? ഡെഫിനറ്റ്ലി ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് കരുതുന്നത്. കാരണം ഇപ്പം മൈക്കും കൽബും രണ്ടും ഡിഫറെൻറ്റ് രീതിയിൽ എടുത്തേക്കുന്നത്, പക്ഷേ രണ്ടും കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറീസിൽ. അതിൽ ഏകദേശം സെയിം പ്രായമുള്ള ഒരു പയ്യനാണ് അവതരിപ്പിക്കുന്നത്. ഗോളം കുറച്ചുകൂടെ എന്നെ കുറച്ചും ചാലഞ്ച് ചെയ്തു, ഒരു ആർട്ടിസ്റ്റായിട്ടും ഒരു ആക്ടറായിട്ടും. കാരണം കുറച്ചുകൂടി ഒരു മെച്ചുവേർഡ് പെർഫോമൻസ് അത് ഡിമാൻഡ് ചെയ്തത്.
ഭയങ്കര ഗൈഡൻസ് ആയിരുന്നു നമ്മുടെ ഡയറക്ടർ സംജാദും പ്രവീണും, പിന്നെ ഈ മൊത്തം കാസ്റ്റും ഇവിടെ വൈബ് ചെയ്തപ്പം. സോ എൻ്റെ ഒരു ക്രിയേറ്റീവ് ഫുൾഫിൽമെൻറ്റ് അത് നൽകാൻ പറ്റി ഗോളം ചെയ്തപ്പം. സോ അങ്ങനത്തെ പുതിയ കഥാപാത്രങ്ങൾ കാണാൻ നമ്മളൊരു ആക്ടറിനെ സംബന്ധിച്ച് നമ്മൾ ഒരു എപ്പോഴും നമ്മൾ റീഇൻവെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഓരോ പടം തോറും. എന്നാലേ നമുക്കൊരു നിലനിൽക്കാൻ പറ്റത്തുള്ളൂ, എന്നാലും നമ്മളെ എക്സൈറ്റ് ചെയ്യിപ്പിക്കത്തുള്ളൂ. അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഗോളത്തിൽ എനിക്ക് ഉറപ്പായിട്ട് അത് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം സിദ്ദിഖയുടെ അല്ലേ രണ്ടാമത്തെ സിനിമ എങ്ങനെയായിരുന്നു? കാരണം അദ്ദേഹത്തെ പോലൊക്കെ ഒരു ലെജൻഡ് കൂടെ അഭിനയിക്കുന്ന പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്. സോ ബേസിക്കലി ഇത് ആക്ച്വലി കൽബിൽ നടന്ന സംഭവം, പക്ഷേ ഗോളത്തിലും ഇങ്ങനെ ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസ് അല്ല. പക്ഷേ ചിലപ്പം ഞാൻ ഒരുപാട് പ്രീ പ്ലാൻ ചെയ്തായിരിക്കും. കാരണം ചിലപ്പോൾ ഒരു വലിയൊരു ഡയലോഗ് സീനാണെങ്കിൽ ഞാൻ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടായിരിക്കും ഷൂട്ട് ചെയ്യാൻ വരുന്നത്. ഞാൻ ഓൾറെഡി എൻ്റെ മൈൻഡിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയായിരിക്കും ഞാൻ ഇങ്ങനെ ഡെലിവർ ചെയ്യുന്നത്. കാരണം ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നുന്നത്. ഞാൻ സിദ്ദിഖിൻ്റെ കൂടെ ആയിരിക്കും സീൻ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ ഒരു കാര്യം ചെയ്യുമ്പം പുള്ളിക്കാരൻ എന്നോട് പറയും, അവിടെ നീ ഇങ്ങനെ ചെയ്തിട്ട് നീ ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്ക് ഞാൻ അതിനെ കുറച്ച് പേടി വരും. കാരണം ഞാൻ ഇങ്ങനെയല്ലേ പ്രിപ്പയർ ചെയ്ത് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴത്തേക്ക് പുള്ളി എന്നെ സമാധാനിച്ച് പറയാൻ, നീ നോക്ക്, ഞാൻ പുള്ളി പറഞ്ഞ രീതിയിൽ ചെയ്യുമ്പോഴായിരിക്കും മൊത്തം സീൻ നന്നാവുന്നത്. കാരണം അത്രയും മുന്നിലോട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ്. ഒബ്വിയസ്ലി ഇത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള വെറ്ററൻ ആക്ടറാണ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ. സോ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ കരുതുന്നത് ഡെഫിനറ്റ്ലി. അതും രണ്ടാമത്തെ മൂന്നാമത്തെ പടം ഇത്രയും ഒരു വെറ്ററൻ ആക്ടറിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്ത് ഒരുപാട് സീൻസ് ഷെയർ ചെയ്യുക പറഞ്ഞ ഒരു റിയലി ഹ്യൂജ് തിങ്. ഇപ്പം ചിന്നുവിലേക്ക് വരുമ്പം കോളേജിലും സ്കൂളിലും ഒക്കെ മൈം കോളേജ് ചെയർപേഴ്സൺ അല്ലേ, അനുരാഗ കരിക്കും വെള്ളം തൊട്ട് ഗോളം വരെ എങ്ങനെ കണക്കൂട്ടുന്നത് സ്വന്തം ഒരു കരിയറിനെ? ഐ തിങ്ക് ഐ എം ലിവിങ് മൈ ഡ്രീം. ഞാൻ കുഞ്ഞിലെ മുതൽ കാണുന്ന സ്വപ്നമാണ് ഫിലിംസ്. അത് എങ്ങനെ എത്തിച്ചേരുന്നോ, ആക്സസോ എനിക്ക് എൻ്റെ പരിചയത്തിലോ എൻ്റെ കുടുംബത്തിൻ്റെ പരിചയത്തിലോ ആർക്കും ഫിലിമായിട്ട് ഒരു ആക്സസും ഇല്ല. എങ്ങനെ എത്തിപ്പെടും എന്ന് പോലും അറിഞ്ഞൂടാത്ത ഒരു സ്പേസ് ആയിരുന്നു. അപ്പം എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആരടുത്തും പറയാത്ത ആഗ്രഹം ഇരുന്ന് അത് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അനുരാഗ കരിക്കുമെല്ലാം ചെയ്തപ്പോഴൊക്കെ ഇനി അടുത്ത പടം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അതിനുശേഷം ഓരോ പടം ചെയ്യുമ്പോഴും ഇനി പടം ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി ഇപ്പോഴാണ് ഞാൻ ആൾക്കാരെൻ്റെ അടുത്ത് ചോദിച്ച് വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ ഐ ആം ആൻ ആക്ടർ എന്ന് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് ഇപ്പം 1 വർഷത്തിന് താഴെ ആവുന്നേ ഉള്ളൂ. സോ ഇപ്പോഴും ഐ ഡോണ്ട് നോ ഇഫ് ഐ ഡു അനദർ മൂവി അഗൈൻ. പക്ഷേ ഐ എം ലിവിങ് മൈ ഡ്രീം എന്നുള്ള റിയാലിറ്റി എനിക്കിപ്പോഴാണ് സിങ്കൻ ആവുന്നത്. അപ്പം രഞ്ജിത്തും അങ്ങനെ തന്നെയാണ്, ഒരുപാട് ആഗ്രഹിച്ചല്ലേ സിനിമയിലേക്ക് എത്തണം എന്ന് ആഗ്രഹം. കാരണം എനിക്കൊന്നും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ രഞ്ജിത്തിന്റെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ രഞ്ജിത്ത് പറയായിരുന്നു, എന്റെ ശരീരം ഞാനൊരു അമ്പലം പോലെയാണ്, അത്രയും ഡിവൈൻ അങ്ങനെ കാത്തു സൂക്ഷിക്കുന്ന അല്ലേ? അതെ അതെ. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്, എൻ്റെ ഒരു ബോഡി ഞാനൊരു കൊമോഡിറ്റി ആയിട്ടാണ് നോക്കുന്നത്. കാരണം ഡെഫിനറ്റ്ലി നമ്മൾ പ്രേക്ഷകറിനെ എൻ്റർടൈൻ ചെയ്യുക, അവർക്കൊരു വിഷ്വലായിട്ട് ട്രീറ്റ് കൊടുക്കുക, അതൊക്കെ നമ്മുടെ ഒരു കടമയാണ് ആസ് ആക്ടേഴ്സ്. സോ അപ്പോഴത്തേക്കും സപ്പോസ് നമ്മളൊരു ജോലി ചെയ്യുക, നമുക്ക് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് നമ്മൾ എടുക്കും, എങ്ങനെയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അങ്ങനെ ഞാൻ കരുതുന്നത്. എനിക്ക് പറ്റുന്ന എല്ലാ കഴിവും ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് ഉപയോഗിച്ചു. കാരണം പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ വേണ്ടി. എനിക്ക് ആ ഭാഗ്യമുണ്ട്. സോ എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യണമെന്നൊരു വാശിയുണ്ട്. ഇപ്പൊ ചിന്നു പറഞ്ഞു ചിന്നിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ഒരു ഭാഗ്യം പോലെ കാണും. രഞ്ജിത്ത് എങ്ങനെയാണ്? ഇപ്പൊ 3 സിനിമ ആയുള്ളെങ്കിലും ജോൺ എബ്രഹാം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരാളാണ്. എങ്ങനെയാണ് സിനിമയുടെ ആ ഒരു തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് രഞ്ജിത്ത്? സോ ഞാൻ ശരിക്കും ഞാൻ സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഒരുപാട് ഈ ഡാൻസ് ഫെസ്റ്റും തിയേറ്റർ വർക്ക്ഷോപ്സ് ഒക്കെ ചെയ്യുമായിരുന്നു. മോസ്റ്റ്ലി മറ്റേ കൾച്ചറൽ ഫെസ്റ്റ് വരുമ്പം ഡാൻസ് പരിപാടിയാണെങ്കിലും നാടകമാണെങ്കിലും എല്ലാത്തിനും പങ്കെടുക്കുമായിരുന്നു. എപ്പോഴും ഇതിലൊരു മോഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻജിനീയറിംഗാണ് ചെയ്തത്. പക്ഷെ അത് ശരിക്കും അച്ഛനമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു സംഭവം. ബട്ട് ഡെഫിനറ്റ്ലി പേരൻസ് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. കാരണം എപ്പോഴും ഈ പെർഫോമിംഗ് വേദിയിലായിരുന്നു എൻ്റെ ഒരു കാഴ്ചയും എൻ്റെ ഒരു കഴിവും കിടക്കുന്നതെന്ന് എനിക്ക് തോന്നിയത്. ഞാൻ പതിയെ നേർച്ചർ ചെയ്തെടുത്ത് ഇവിടം വരെ എത്തി ഭാഗ്യത്തിന്. സോ ഇപ്പം നമ്മൾ കൽബില കാണുമ്പോൾ തന്നെ പോലീസ് വേഷം എന്ന് പറയുമ്പോൾ നമുക്ക് മുന്നിൽ മലയാളത്തിലായിക്കോട്ടെ എല്ലാ വർഷവും ഒരുപാട് പോലീസ് വേഷങ്ങളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ മമ്മൂക്കയായിട്ട് സുരേഷ് ആയിട്ടാണ് എല്ലാവരും തന്നെ. അപ്പം എന്തെങ്കിലും ഒരു റെഫറൻസ് രഞ്ജിത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു ഈ കഥാപാത്രം? അങ്ങനത്തെ ഒരു സ്പെസിഫിക് റെഫറൻസ് ഇല്ലായിരുന്നു. മോസ്റ്റ്ലി ഞാനും സംജാദ്, നമ്മുടെ ഡയറക്ടറും റൈറ്റർ പ്രവീൺ, നമ്മൾ 3 പേരും കൂടെ ഇരുന്ന ഈ ക്യാരക്ടറിന് മോൾഡ് ചെയ്ത് എടുത്തത്. പിന്നെ അതിൻ്റെ കൂടെ എൻ്റെ ഒരു അടയാളവും ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്ലേവർ ആഡ് ചെയ്യാൻ ഈ ക്യാരക്ടറിന് വേണ്ടി. സോ അതായിരുന്നു അതിന്റെ ഒരു റെഫറൻസ്. അതെ, കാണുമ്പോൾ നാളെ പോലീസ് വേഷങ്ങൾ ഓർക്കുമ്പോൾ അല്ലെ രഞ്ജിത്തും ഉണ്ടാവണം എന്നൊരു ചെയ്യാമില്ലേ? ഉറപ്പായിട്ടും. ഇപ്പം ചിന്നുവിലേക്ക് വരുമ്പം നമ്മൾ പറഞ്ഞല്ലോ ചിന്നു ബോക്സിംഗ് ചെയ്യും അല്ലേ? അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാനാണ് ആദ്യമായിട്ട് ചോദിച്ചത്.
റീസെന്റ് അതെ അതെ. ബോക്സിംഗ് ചെയ്യും പിന്നെ ആക്ച്വലി ഞാൻ കോളേജിലായിരുന്നപ്പോൾ ഐ യൂസ് ടു ബി പാർട്ട് ഓഫ് ദ ഫുട്ബോൾ ക്രിക്കറ്റ് വട്എവർ ടീംസ് ബിക്കോസ് കോളേജിൽ ഒരു സെറ്റ് ഓഫ് കിഡ്സ് ആർ ദേർ ഹു വുഡ് ഗോ ഔട്ട് ഫോർ ഓൾ ഓഫ് ദിസ്. സോ അങ്ങനെ ഞാൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽസ് ഒക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ലൈക്ക് നാഷണൽ റഗ്ബി I've been part of a rugby state team. Boxing I've been like Premnath Winter sir and I've trained with him and I've like won the state championship and all. Because ഇപ്പോഴാണ് അറിയുന്നത് രഞ്ജിത്ത്. actually I wanted to learn Krav Maga. So at that time Trivandrum അത് പഠിപ്പിക്കുന്നില്ലായിരുന്നു. So the coach from Bombay Elroy was he's the one who said see footwork നന്നാവണമെങ്കിൽ go for boxing. So in my head I had a dream ആരടുത്തും പറയാതെ that I want to be an actor. Actor ആവണമെങ്കിൽ you need to dance, you need to know a little bit of fight and all that. You're already really athletically gifted. അത് ബോക്സിംഗ് മാത്രമല്ല ഇപ്പൊ തന്നെ ആള് ഒരു ഇഷ്ടമുള്ളതല്ല. എനിക്കത് ചിന്നുവിന്റെ ഇന്റർവ്യൂസ് കാണുമ്പോൾ ചിന്നിനെ കുറിച്ച് വായിക്കുമ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള അല്ലേ, അങ്ങനല്ലേ? താങ്ക്ഫുള്ളി എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ അതിന് പിന്നാലെ പോയി ചെയ്യാൻ പറ്റിയ ഒരു ഭാഗ്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. സോ അൺടിൽ എ ഇയർ ബാക്ക് ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് എങ്ങനെയോ അത് വന്നു ചേർന്നു എന്നാണ്. പിന്നെയാണ് നൗ ഐ ഹവ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഓണർഷിപ്പ്, സെയിങ് ഐ വെന്റ് ആൻഡ് ഡിഡ് ഇറ്റ്. ഞാൻ ഈ തീരുമാനം എടുത്ത് അത് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് അത് നടന്നു എന്ന് എനിക്ക് തന്നെ ഞാൻ കുറച്ച് ക്രെഡിറ്റ് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് നാളാവുന്നുള്ളൂ. ഇപ്പം ചിന്നുന്റെ കാര്യം പറയുകയാണെങ്കിൽ എംഫിൽ തിയേറ്റർ ആർട്സ് അറിയാലോ അല്ലെ? എംഫിൽ ഉണ്ട് ആൾക്ക് തിയേറ്റർ ആർട്സിൽ. അപ്പം ഞാൻ ചോദിക്കട്ടെ, തിയേറ്റർ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു നമ്മളെ സിനിമയിലേക്ക് വരുമ്പോൾ ഈ അഭിനയത്തിന്? ഐ തിങ്ക് നമുക്ക് ഇപ്പം ഓരോരുത്തർക്കും ഓരോ ടെക്നീക്സ് ഉണ്ട്. ആക്ടിങ് എന്ന് പറയുന്ന ഒരിപ്പം നമ്മൾ വയലിൻ വായിക്കും പോലെ എനിക്ക് അങ്ങനെ തന്നെ നമുക്ക് ഒരേ മെലഡി പല രീതിയിൽ എന്തും പൊട്ടത്തരം സോറി ബാഡ് എക്സാമ്പിൾ. പക്ഷെ ഇപ്പോൾ ഒരു ഇമോഷൻ തന്നെ നമുക്ക് പല രീതിയിൽ അതിനെ ആക്സസ് ചെയ്യാം. അപ്പോൾ അത് ഞാനിപ്പം എൻ്റെ തിയേറ്റർ ക്ലാസ്സസ് ഞാൻ എംഫിലൊക്കെ ചെയ്യുമ്പോഴാണ് ആക്ച്വലി അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുന്നത്. അതുവരെ ഒരു ഹോബി പോലെ കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് തിയേറ്റർ എന്ന് പറയുന്നത്. സീരിയസ് ആയിട്ട് ഞാൻ എൻ്റെ 22-ാം വയസ്സിന് ശേഷമാണ് ആക്ടിങ്ങിനെയും തിയേറ്ററിനെയൊക്കെ കണ്ടു തുടങ്ങിയത്. സോ പിന്നീട് ഞാൻ ആഫ്റ്റർ ഐ വർക്ക്ഡ് ഇൻ സിനിമ ആക്ച്വലി ഐ വെന്റ് ബാക്ക് ടു തിയേറ്റർ. കുറച്ച് വർക്ക്ഷോപ്സ് ഒക്കെ ഞാൻ ചെയ്തു തുടങ്ങി. ആ സമയത്താണ് ഈ പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് ഓഫ് അല്ലെങ്കിൽ റൂട്ട്സ് ടു ആക്ടിങ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പം ഐ റിയലൈസ് ദാറ്റ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ആ ഒരു മെത്തേഡ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കും അല്ലെങ്കിൽ അത് നമുക്ക് വർക്കാകുമെന്ന്. പക്ഷേ ചില സമയങ്ങളിൽ ചില സീനുകൾ ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ റീകൺസ്ട്രക്ട് ചെയ്യാനൊക്കെ ഈ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഈ ടൂൾ ആക്ടറിന്റെ ടൂൾ ബോക്സിൽ ഓരോന്ന് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ശരിക്കും ഞാൻ രഞ്ജിത്തിനെ ആദ്യമായിട്ട് കാണുന്നത് സാജിദ് യഹയുടെ കഫേയിൽ ഞാൻ വേറൊരു താരത്തിന് ഇന്റർവ്യൂ എടുക്കാൻ ചെല്ലുമ്പോൾ അന്ന് ഇവർ കൽവിന്റെ വർക്ക്ഷോപ്പ് നടക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ കുറച്ചു നേരം നോക്കിയിരിക്കുമല്ലോ, അപ്പൊ എത്രമാത്രം ഒരു സിനിമയ്ക്ക് വേണ്ടി ഇവർ കഷ്ടപ്പെട്ടു നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സിനിമ ഇപ്പൊ കൊമേഴ്ഷ്യലി പരാജയമാകുമ്പോൾ അത് എങ്ങനെയായിരിക്കും രഞ്ജിത്ത് ഉൾക്കൊള്ളുക, അല്ലെങ്കിൽ അതിനെങ്ങനെയായിരിക്കും എടുക്കുക? സോ ഡെഫിനറ്റ്ലി അത് എൻ്റെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നമ്മുടെ ഏറ്റവും ആയിട്ടുള്ള ബെസ്റ്റ് എഫേർട്ട് കൊടുക്കുക പടത്തിൽ, ഏറ്റവും ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുക. കാരണം എനിക്ക് ഭയങ്കര പാഷനുള്ള ഇൻഡസ്ട്രി, എനിക്ക് ഭയങ്കര മോഹമുള്ള ഇൻഡസ്ട്രിയാണ്. ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കുക. ബാക്കി ഓഡിയൻസിൻ്റെ കയ്യില്ല. നമുക്കങ്ങനെ എവറിത്തിങ്സ് അപ്പ് ടു ചാൻസ് ഇൻഡസ്ട്രിയിൽ. നമ്മളെല്ലാവരും, ഞാൻ മാത്രമല്ല, സാജിദ് ആയാലും എൻ്റെ കാസ്റ്റിംഗ് ക്രൂ, ഞങ്ങൾ ശരിക്കും ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് ഉണ്ടാക്കി തരാനാണ് പറഞ്ഞു. പിന്നെ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. സോ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കമേഴ്ഷ്യലി അത് ദാറ്റ്സ് നമ്മുടെ കയ്യിലല്ലല്ലോ. പക്ഷെ അതൊന്നും മാറ്റത്തില്ല. ഞാൻ ഇപ്പോഴും ഒരു ആർട്ടിസ്റ്റായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും, ഒരു ആക്ടറായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് ഇനിയും എൻ്റെ ബെസ്റ്റ് ഫുഡ് ഫോർവേഡ് ഇട്ടിട്ട് എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കൊടുക്കണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ. എന്നെ അത്രയ്ക്കൊന്നും അത് എഫക്ട് ചെയ്തിട്ടില്ല ആ രീതിയിൽ. ഇപ്പം തമാശ കഴിഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും ചിന്നുവിനെ ഭയങ്കര അതിശയത്തോടെ നോക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു സിനിമയാണ്. അത് കഴിഞ്ഞ് വളരെ പെട്ടെന്ന് കേൾക്കുന്നത് കാതലിലേക്ക് മമ്മൂക്ക സജസ്റ്റ് ചെയ്ത ആളാണ്. അങ്ങനെ ഇപ്പൊ ആദർശോ പോൾസണോ ഒക്കെ അത് പറയുമ്പോൾ എന്തായിരുന്നു ചിന്നുവിന് തോന്നിയത്? എനിക്ക് ഐ ഫെൽറ്റ് ലൈക്ക് ഞാൻ സിനിമയിൽ വന്നു എന്ന് എനിക്ക് പ്രോപ്പറായിട്ട് ഞാൻ പറയില്ലേ, റീസെന്റ് ആണ് ഞാൻ ഐ എം ആൻ ആക്ടർ എന്ന് പറഞ്ഞു തുടങ്ങിയത്. അതിനൊക്കെ ഒരുപക്ഷെ കാരണം കാതൽ എന്ന് പറയുന്ന മൂവിക്ക് മമ്മൂക്കയ്ക്ക് ഒക്കെ അതിലൊരു വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ഫോർ മീ ലൈക്ക് നമ്മൾ കണ്ട ഇത്രയും പടങ്ങൾ, ഒരു ലെജൻഡ് എന്ന് പറയുന്ന ആള് ഹാസ് സീൻ ആർ വർക്ക് ആൻഡ് ഹീ തിങ്സ് ഇറ്റ് ഈസ് ഗുഡ് ഇനഫ് എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഇവരൊക്കെ ചെയ്യുന്ന
ആക്ച്വലി ഈവൻ ഇൻ ഗോളം നമ്മൾ സിദ്ദിഖയുടെ അടുത്തൊക്കെ പോയി ഇരിക്കുമ്പോൾ അദ്ദേഹം വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇന്ന ആളാണെന്ന് പറയുമ്പോൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ ബിഗ് ഡീൽ. നമ്മൾ വളർന്ന് വരുമ്പോഴൊക്കെ കണ്ട ഫിലിംസിലൊക്കെ ആൻഡ് നമ്മൾ അവരുടെ അടുത്ത് ഇരിക്കുമ്പോഴാണ് നമ്മൾ അവരുടെ പ്രോസസ് ഓഫ് ആക്ടിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോഴൊക്കെ അവർ തരുന്ന ആൻസേഴ്സ് ഒക്കെ കേൾക്കുമ്പോഴാണ് വി ലൈക്ക് ദീസ് ഗൈസ് ആർ ലെജൻഡ്സ് യുനോ ലൈക്ക് ആൻഡ് വിത്ത് നോ എയർ ഓഫ് ദ ഫാക്ട് ദാറ്റ് അവരത് ക്യാരി ചെയ്യുന്നില്ല, അതിൻ്റെ വെയിറ്റ് അവർ ക്യാരി ചെയ്യുന്നില്ല. സോ ചോദ്യം എവിടെയായിരുന്നു ഞാൻ മറന്നുപോയി. പക്ഷേ മമ്മൂക്കയും കാതലും. സോ ഐ ഫീൽ ദാറ്റ് ഹസ് ഹെൽപ്പ് മീ. ആക്ടറിനും എൻ്റെ ഈ പറയുന്ന ഒരു സെൽഫ് ഇമേജിനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാവരും പറയാറുണ്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കലും മമ്മൂക്കയെ കാണുമ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ഫുൾ മമ്മൂക്കയുടെ കൂടെ മാത്രമായിരുന്നു കാതൽ. എങ്ങനെയായിരുന്നു മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ആ ഒരു ആദ്യത്തെ ഒരു 5 മിനിറ്റ് എൻ്റെ കൈ വരച്ച് ഇനി ലൈക്ക് ഇനി എന്ത് പറയുന്ന മമ്മൂക്ക വന്ന് ഷേക്ക് ഹാൻഡ് തന്നു. കുറച്ച് നേരം ആദ്യത്തെ ഷോട്ട് പോയി. പിന്നെ മമ്മൂക്ക കഥ പറയാണ്, ഓരോ കഥകൾ പറയും. അപ്പോൾ ആരെങ്കിലും വന്ന് ഓർമ്മിപ്പിക്കും നമുക്ക് ആ ഷോട്ട് പോകണം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഷോട്ടിന് റെഡി ആവുന്നത്. ആ നേരത്തേക്ക് ആയാലും പിന്നെ എനിക്ക് പേടിയില്ല. ആൻഡ് ഒരു സമയത്ത് ഐ റിമെമ്പർ നമ്മുടെ ആദ്യത്തെ ദിവസം ഷോട്ടിൽ മമ്മൂക്ക ഇരിക്കുകയാണ് ആൻഡ് എനിക്ക് ക്യൂ കൊടുത്താൽ മതി, മമ്മൂക്കയുടെ ഷോട്ടാണ്. ആ മമ്മൂക്ക എൻ്റെ അടുത്ത് പറയാം അത് ബാക്കില്ലേ പേപ്പർ എടുത്ത് വെച്ച് വായിച്ചോ കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ഇത് സിങ് സൗണ്ടാണ്, നമുക്ക് എവിടെ കട്ട് ചെയ്യാം, ഇങ്ങനെ ബ്രേക്ക് കൊടുക്കാം, ഇങ്ങനെ നാച്ചുറലായിട്ട് പറഞ്ഞു. അങ്ങനെയൊക്കെ അദ്ദേഹം പറയുമ്പോൾ കുറേ ഐസ് ബ്രേക്കിംഗ് നടക്കുകയാണ്. അപ്പോൾ പിന്നീട് അത് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ലെജൻഡിൽ നിന്നും മമ്മൂക്ക ദി ആക്ടറായി അദ്ദേഹം ട്രാൻസ്ഫോം ആകുമ്പോൾ അത് പിന്നെ നമുക്കുള്ളിലും ഇറ്റ് ബിക്കംസ് ഈസി. ഇപ്പം രഞ്ജിത്തിന്റെ നമുക്ക് പുറകെ ഇരിക്കുന്ന പോസ്റ്ററിൽ തന്നെ കാണാം ദിലീഷ് ഏട്ടൻ. എങ്ങനെയായിരുന്നു? കാരണം ദിലീഷ് ഏട്ടൻ നടനുമാണ്, ഒപ്പം സംവിധായകനുമാണ്. എങ്ങനെയായിരുന്നു ദിലീഷ് ഏട്ടൻ്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസ്? സോ എനിക്ക് പടത്തിൽ പുള്ളീൻ്റെ കൂടെ അധികം സീൻസ് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. ബട്ട് ഡെഫിനറ്റ്ലി ഞാൻ പുള്ളീൻ്റെ പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഐ ലവ് ഹിസ് വർക്ക്. ജോജി ആയാലും മഹേഷിൻ്റെ പ്രതികാരം ആയാലും തുണ്ടിമുതൽ ദൃക്സാക്ഷി ആയാലും എനിക്ക് ശരിക്കും ഇഷ്ടമുള്ള ഒരു വർക്ക്. ഞാൻ പുള്ളിയുടെ നേരിട്ട് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ അതും ഏകദേശം ത്രില്ലർ മൂഡിലാണ് പടം. പുള്ളീൻ്റെ ഒരു ജോൺറ തുണ്ടിമുതലും ഐ റിയലി അഡ്മയർ ഹിസ് വർക്ക് ലോട്ട്. ഇപ്പം 3 സിനിമകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. മൈക്കിലേക്ക് വരുമ്പം എന്തായിരുന്നു രഞ്ജിത്തിന്റെ ഒരു പ്രതീക്ഷ? കാരണം ഒരു പുതുമുഖമാണ്, പ്രത്യേകിച്ച് ഭയങ്കര ഹൈപ്പിലൊക്കെ ആയിരുന്നു അല്ലേ? കാരണം ജോൺ അബ്രഹാം ലോഞ്ച് ചെയ്യുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു സന്ദർഭം? സോ ഡെഫിനറ്റ്ലി എല്ലാത്തിനും ഒരു മിക്സ് ഉണ്ടായിരുന്നു. ആങ്സൈറ്റി ഉണ്ടായിരുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മൈക്ക് കഴിഞ്ഞിട്ട് കൽബിലും ഗോളത്തിലും അതുണ്ട്. ഞാൻ എപ്പോഴും കാരണം ഒരു പുതിയ പടം ചെയ്യുമ്പോൾ നമ്മളൊരു പുതിയ എഫേർട്ട് ഇടുന്നത്. കാരണം ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് അതിന് ഒരുപാട് ഇനിഷ്യലി എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. ഓഡിയൻസ് ഇത് എങ്ങനെ സ്വീകരിക്കുന്നത്, നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്തോ, അങ്ങനത്തെ ഒരുപാട്. പക്ഷെ ഞാൻ ഒരു പരിധിയിൽ അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ആ ഡൗട്ട് എന്നെ കുറച്ചുകൂടെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെച്ച് നമ്മൾ കംപ്ലേസൻ്റ് ആയി പോകും. പിന്നെ നമുക്കൊരു മടി പിടിക്കും. എനിക്ക് ഒരിക്കലും ആ മടി ഫീൽ ചെയ്യണം. പറഞ്ഞ പോലെ ഞാൻ എൻ്റെ പാഷൻ കൊണ്ടാണ് ഇൻഡസ്ട്രിയിൽ വന്നത്. ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് എനിക്കത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വളരണം. സോ എപ്പോഴും ആ ഡൗട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം വീട്ടിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടാന്ന് പറഞ്ഞു. അപ്പം ആരായിരിക്കും ഏറ്റവും നല്ല ക്രിട്ടിക് രഞ്ജിത്തിന്റെ? എനിക്കൊന്നു എൻ്റെ അച്ഛൻ ക്രിട്ടിസൈസ് ചെയ്യും. പക്ഷെ എൻ്റെ യൂഷ്വലി ചിലപ്പം ചില സ്മോൾ ചലനങ്ങളൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്യും പടങ്ങൾ. ചിലപ്പോൾ എനിക്ക് സ്റ്റില്ലായിട്ട് നിൽക്കുമ്പോൾ കുറച്ചൊരു ആട്ടമൊക്കെ ഉണ്ട്. അതൊക്കെ അമ്മ നോട്ടീസ്. അപ്പോഴത്തേക്ക് എന്നോട് പറയും ഇതിലാടി ആരും കാണത്തില്ല, ഞാൻ കണ്ടല്ലോ, ആരെങ്കിലും കാണും. ചിലപ്പോൾ കുറച്ച് ചൊറിച്ചിൽ വരും. പക്ഷെ എന്നാലും ഷീ ഈസ് ഡൂയിങ് ഇറ്റ് ഫോർ ദ ബെറ്റർമെന്റ്. ഞാൻ മൈൻഡ് എടുക്കത്തുള്ളൂ. ബട്ട് ഇറ്റ്സ് ഗുഡ് ടു ഹാവ് സമൺ ഹു ആക്ച്വലി എന്നെ കാരണം എന്തെങ്കിലും ഒരു ഫോൾട്ട് ആണ് അത് പോയിന്റ് ഔട്ട് ചെയ്തപ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്യാൻ ഒരു ഇത് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിംഗ്. അതെ. ഇപ്പം ചിന്നു തമാശയിലേക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ ദിവ്യപ്രഭ അല്ലേ ഇപ്പം ക്യാൻസലൊക്കെ പോയിട്ട് എങ്ങനെ കാണുന്നു അതിന്? ഐ തിങ്ക് നമ്മൾ ഈ അടുത്ത് ഒരുപാട് ചർച്ച ചെയ്തതാണല്ലോ മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെയാണ്. അപ്പോൾ ഫോർ മീ ഐ ഫീൽ അത് ഫോർ മീ എന്ന് പറയുന്നതിന് എനിക്ക് തോന്നുന്നു ഒരുപാട് മലയാള സിനിമയിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും, പക്ഷെ especially for the women in Malayalam cinema, it felt personal. Divya and Kani going there, representing us spiritually. They went there with a movie made by someone from Bombay. It's an Indo-French production. That's a different conversation. Pakshe, spiritually, every single female actor celebrated them being there. That was a big deal. That was big cinema നടിമാർ മാത്രമല്ല, സ്ത്രീകളായിട്ടുള്ള എല്ലാവരും. അതെ. അപ്പോൾ അവര് ഐ ഫീൽ വി ഹവ് ടേക്കൺ ഓണർഷിപ്പ്
എനിക്ക് goosebumps ഒക്കെ വരുന്നു. But I'm just extremely proud. I think I like Divya as a person and I like her as an actor. And I hope this opens up path for a lot of people. I'm not saying women-centric cinema. I don't think women-centric, male-centric cinema എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വേണമെന്ന് ഉണ്ടാവണം എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ I feel whatever movies that exist, they are real life, reflections of real life. അപ്പോൾ കാമ്പുള്ള കഥാപാത്രങ്ങൾ എല്ലാവർക്കും അവരുടെ ജെൻഡർ, സെക്ഷുവാലിറ്റി, റേസ്, whatever ഒക്കെ മാറ്റി നിർത്തി പ്രാതിനിധ്യം കിട്ടുന്ന കഥാപാത്രങ്ങൾ എല്ലാവർക്കും വേണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം അത് ഒരുപാട് നമ്മളെ പോലെയുള്ള ഒരുപാട് പേർക്ക് ഡോറുകൾ ഒരുപാട് തുറക്കും. പിന്നെ വീണ്ടും ഇതേപോലെ നമ്മുടെ ഈ കൊച്ചു കേരളവും അവിടെയുള്ള ആർട്ടിസ്റ്റുകളെയും അവിടെയുള്ള കഥകളെയും കുറച്ചും കൂടി ഇന്റർനാഷണൽ ആക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പൊ ചിന്നു പറഞ്ഞുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, ചിന്നുവിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിൽ അല്ലെങ്കിൽ സ്ത്രീ സാന്നിധ്യം? ഞാൻ നടന്നു വന്നതാണ്, ഇല്ല ഇങ്ങോട്ട് ഇതിലേക്ക് ഞാൻ നടന്നു കയറിയതാണ് ഈ ജീവിതത്തിലേക്ക്. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? അതൊരു വസ്തുതയാണ്. മലയാള സിനിമയിൽ സ്ത്രീ സാന്നിധ്യം കുറവാണെന്നുള്ളത് വളരെ, മലയാള സിനിമയിലല്ല മൊത്തത്തിൽ അങ്ങനെയാണ്. പിന്നെ നമ്മൾ എടുത്തു പറയുന്ന കുറച്ച് സിനിമകളിൽ ഈ പറയുന്ന ടേം ഉണ്ടല്ലോ, സെക്സി ലാംപ് പോസ്റ്റ്. അങ്ങനെ ലാംപ് പോസ്റ്റ് ആയിട്ടൊരു കഥാപാത്രത്തിനെ കൊണ്ട് വെക്കുന്നതിനെക്കാട്ടും നല്ല ഇല്ലാണ്ടിരിക്കുന്നതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പം ആവേശം പോലെയുള്ള പടത്തിനകത്തുള്ള അമ്മയാണെങ്കിലും പൂജ ചെയ്ത ക്യാരക്ടറൊക്കെ ആണെങ്കിലും ഒക്കെ ദേ വെരി സ്ട്രോങ് ക്യാരക്ടേഴ്സ് അവരുടെ ഇൻഡിവിജ്വൽ സ്പേസിൽ. പിന്നെ ഒരു നായികയെ വെക്കാൻ വേണ്ടി മാത്രം പേരിന് അതിലേക്കൂടെ മറ്റേ പട്ടം പറത്തും പോലെ ദുപ്പട്ടയും പറത്തി കൊണ്ടുപോകുന്ന ഒരു നായികയുടെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഐ ബിലീവ് ദേ ഷുഡ് ബി കുറച്ചും കൂടെ കാമ്പുള്ള കഥാപാത്രങ്ങൾ എല്ലാവർക്കും കിട്ടട്ടെ എന്നാണ് ഞാൻ എനിക്കും കൂടെ വേണ്ടി ആഗ്രഹിക്കുന്നു. അല്ല, ഞാനത് പറയുന്നത്. പക്ഷേ ഇപ്പൊ ചിന്നുവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചിന്നുവിലേക്ക് വന്നിരിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം തന്നെ കുറച്ച് സ്ത്രീ പ്രാധാന്യം ഉള്ള, അല്ലെങ്കിൽ ചിന്നുവിന്റെ കഥാപാത്രത്തിന് പ്രാധാന്യമുള്ളത്. ഇപ്പൊ ഗോളത്തിലെ കഥാപാത്രം എങ്ങനെയാണ്? ഗോളം എന്ന് പറയുന്ന പടത്തിൽ ഐ ഡോണ്ട് തിങ്ക് ഏതെങ്കിലും കഥാപാത്രത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ദാറ്റ്സ് മൈ പെർസ്പെക്റ്റീവ്. ആ കഥയും അതിന്റെ സന്ദർഭങ്ങളും അത് പറയുന്ന വിഷയവുമായിരിക്കും പ്രാധാന്യം അർഹിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഫീൽ ഐ മീൻ മൈ എക്സ്പെരിമെന്റൽ ഫേസ് ആസ് എൻ ആക്ടർ. അതിൽ ഒന്നാണ് ഗോളം. ബിക്കോസ് ഇത് ആ കഥാപാത്രത്തിന്റെ കാരണം ഗോളം എന്ന് പറയുന്ന ഒരു മിസ്റ്ററി ത്രില്ലറിൽ കഥാപാത്രത്തിന്റെ പ്രാധാന്യം കാരണം എന്നെ കാസ്റ്റ് ചെയ്തത് റോങ് കാസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ഒരു 10 പേര് അവിടെ നിൽക്കുമ്പോൾ 10 പേരിൽ 1-2 പേരിൽ നമ്മുടെ കണ്ണുടക്കിയാൽ ആ 2 പേരാണ് അവസാനം ഈ പറയുന്ന മിസ്റ്ററി അൺട്രാവൽ ചെയ്യുമ്പോൾ ഇവരായിരിക്കും എന്ന് പറയുന്ന ആൾക്കാർ ഓൾറെഡി ഗെസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ കാസ്റ്റ് ചെയ്താൽ അതൊരു റോങ് ചോയ്സ് ആണ്. അവിടെ ആ ഫിലിം മേക്കറിന്റെ എഫേർട്സ് എല്ലാം വെറുതെ ആയി. അപ്പോൾ ഇത് ഇത്രയും പേര് 10-15-20 പേര് സ്ക്രീനിൽ ഉണ്ടാവുകയും എല്ലാവർക്കും തുല്യ പ്രാധാന്യം കൊടുക്കാൻ പറ്റുകയും ചെയ്യണമെന്നെങ്കിൽ അതിന് സ്റ്റോറി, പ്ലോട്ട് പോയിന്റ്, ഈ പറയുന്ന ട്വിസ്റ്റ്, ഈ പിന്നെ എങ്ങനെ ഇത് ചെയ്തു എന്നൊക്കെ ഉള്ളതിനാണ് ആക്ച്വലി പ്രാധാന്യം. എൻ്റെ കഥാപാത്രത്തിന് ഒരു പ്രാധാന്യമില്ല. ആ കഥയിലുള്ള ഒരു ആൾക്കാർക്കും എന്നുവെച്ചാൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആർക്കും ഒരു പ്രാധാന്യം. ബിക്കോസ് ഇറ്റ് ഇസ് സെറ്റ് ത്രൂ രഞ്ജിത്ത്സ് POV. ഒരു കുറ്റാന്വേഷണം അന്വേഷിക്കുകയാണ്. അപ്പൊ അതിനകത്ത് രഞ്ജിത്തിന്റെ POVയിൽ അവിടെയുള്ള എല്ലാവരും തുല്യരാണ്. എല്ലാവരും ലൈക് കൊലപാതകയാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് യു വിൽ സീ മൂവി കാണുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ്. അങ്ങനെ തന്നെയാണോ രഞ്ജിത്തിനും പറയാനുള്ളത്? തന്നെ, കാരണം ഇതിന്റെ ബാക്ക് ബോൺ ആ ഇൻവെസ്റ്റിഗേഷൻ തന്നെയാണ്. മറ്റേ ഇതിന് ഒരു മരണം നടന്നു, എന്റെ ക്യാരക്ടറിന് സംശയം ഇത് കൊലപാതകമാണെന്ന്. പിന്നെ പറഞ്ഞ പോലെ പ്രാധാന്യമുണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ആർക്സ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിൽ മൊത്തം ബാക്ക് ബോണും സ്ട്രക്ചേർഡ് ആ മിസ്റ്ററിയിലാണ് എല്ലാം സറൗണ്ട് ചെയ്യുന്നത്. നമ്മളെല്ലാ ത്രില്ലറും നോക്കിയാലും കാരണം ഇപ്പൊ എന്റെ പടം കൽബ് എടുത്ത നമ്മുടെ കാൽക്കു എന്ന് പറഞ്ഞ കഥാപാത്രം, പുള്ളിയും പിന്നെ നമ്മുടെ നേഹ ചെയ്ത തുമ്പി, അവരെ 7 സ്റ്റേജ് ഓഫ് ലവിലൂടെ പോയത്. കാരണം അതൊരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ആക്കും. കാരണം ആ കഥ കമ്മിങ് ഓഫ് ഏജ് സ്റ്റോറി അത് ഡിമാൻഡ് ചെയ്തു. ഗോളം അങ്ങനത്തെ ഒരു പടമായിരുന്നു. ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ജോണ്ടർ, ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് നമ്മൾ നടത്തിയേക്കുന്ന ഗോളത്തിന് വേണ്ടി പടം കാണുമ്പോൾ മനസ്സിലാവും. നമ്മള് വരുമ്പോൾ കോളേജിലെ ചെയർപേഴ്സൺ ആയിരുന്നൊക്കെ പറഞ്ഞു, ഒരു നേതൃത്വ പാഠമൊക്കെ ഉള്ള ഒരാളായിരിക്കുമല്ലോ. അത് എങ്ങനെയാ ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുക? അങ്ങനെ നമ്മൾ കോളേജിൽ ആക്ച്വലി പൊളിറ്റിക്സ് ഇല്ലായിരുന്നു. പൊളിറ്റിക്സ് ഇല്ലാതെ പക്ഷെ ഇലക്ഷനൊക്കെ കണ്ടക്ട് ചെയ്ത് അങ്ങനെ. പിന്നെ നേതൃത്വങ്ങൾ എനിക്ക് തോന്നുന്നു എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ, എൻ്റെ യൂണിയനിലുണ്ടായിരുന്നവരും എൻ്റെ കോളേജിലെ പ്രൊഫസേഴ്സും അവരൊക്കെ വഴികാട്ടികളായിട്ട് എനിക്ക് എന്നും ആൾക്കാരുണ്ട്. ഞാൻ എന്നെ ഒറ്റയ്ക്കൊരിടത്ത് കൊണ്ട് നിർത്തിയാൽ ഐ മീൻ ഒരു കോമ്പസ് വെറുതെ അവിടെ നിന്നിട്ട് കാര്യമില്ല, ആരെങ്കിലും എടുത്തുകൊണ്ട് എവിടെയെങ്കിലും പോയാലേ അതുകൊണ്ട് ഉപകാരമുള്ളൂ എന്നുള്ള പോലത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ കൂടെ ആൾക്കാരുള്ളപ്പോൾ എനിക്കതൊരു ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അല്ലാതെ
but I'm sure അത് has helped me. ഇപ്പം when you are in a space where you know a lot of people, it teaches you how to be okay. ലൈക്ക് എനിക്ക് ക്രൗഡ് ഒന്നും വലിയ ഇഷ്ടമല്ല, എനിക്ക് ഒരുപാട് ആൾക്കാരുള്ളതൊന്നും ഇഷ്ടമല്ല. പക്ഷെ ഐ മീൻ ഇൻ എ പ്രൊഫഷൻ ദാറ്റ് റിക്വയർസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഓൾ അറൗണ്ട് മീ. അപ്പൊ അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ ഒരു പക്ഷേ ഞാൻ പഠിച്ചത് അവിടെ നിന്ന് തന്നെ ആയിരിക്കും. രഞ്ജിത്തിന് അറിയാമെന്ന് പറഞ്ഞിട്ട് ആള് സ്വന്തമായിട്ട് കഥ എഴുതും, മറ്റെല്ലാം ഞാൻ തന്നെ ചെയ്യുന്ന പറഞ്ഞ സംവിധാനം ചെയ്യും. അതൊന്നും ഞാൻ ആരെയും അറിയിക്കാതെ അതൊക്കെ നമ്മൾ ചിരണ്ടി എടുക്കും. ഷോർട്ട് ഫിലിം ഒക്കെ സ്വന്തമായിട്ട് എഴുതി പ്രൊഡ്യൂസ് ചെയ്ത് സംവിധാനം ചെയ്ത് അല്ലേ? ഞാൻ തന്നെ കണ്ട് ഞാൻ തന്നെ കൈയടിച്ച് ഞാൻ തന്നെ ശരിക്കും പറഞ്ഞ വിചാരിച്ചിരുന്നത് സ്വന്തമായിട്ടൊക്കെ സംവിധാനം ചെയ്ത് അഭിനയിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ആളാണ്. എന്റെ മുമ്പിൽ വേറെ വഴിയില്ല. അഭിനയിക്കണമെങ്കിൽ ഞാൻ സംവിധാനം ചെയ്ത് എനിക്ക് എങ്ങനെയെങ്കിലും ക്യാമറയൊക്കെ വെച്ച് ഞാൻ തന്നെ ഫ്രണ്ടിൽ പോയി നിന്ന് അഭിനയിച്ചാലും അഭിനയിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്നെ ആര് സിനിമയിൽ എടുക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ആളാണ്. അങ്ങനെ എന്തെങ്കിലും ഇനി സിനിമയിൽ ഒരു സംവിധായികയെ ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ ചിന്നുവിനെ? I have a lot of things that I want to make into movies. I want to get into production എന്നൊക്കെ ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക്. I want to act as much as I can. അതിന് ഇനി സംവിധാനം ചെയ്യണോ, പ്രൊഡ്യൂസ് ചെയ്യണോ, ലൈക്ക് തൂത്ത് വരണോ, എല്ലാം ഞാൻ ചെയ്യാം. As long as I get to do this, because I'm happy doing this. I love doing this. So ഇത് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ. പിന്നെ എന്തെങ്കിലും ഒരു സംവിധായകൻ അതിനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് ആയിട്ടില്ല. അതിന് ഐ ഡെഫിനറ്റ്ലി വുഡ് സം ഡേ. ഇപ്പൊ എന്തായാലും അതിനുള്ള എക്സ്പീരിയൻസോ പക്വതയോ ആയിട്ടില്ലെന്ന് എനിക്കറിയാം. ഇപ്പം ചിന്നു തന്നെ പറഞ്ഞല്ലോ, പിന്നെ എനിക്ക് അഭിനയിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് എന്നെ പോലുള്ള ആൾക്കാർ, അത് ചിലപ്പോൾ നമ്മുടെ ഒരു ബോഡി ഷേപ്പ് എന്നൊക്കെ ആൾക്കാർ പറയുന്ന കാര്യങ്ങളായിരിക്കും, അതിനെയൊക്കെ തിരുത്തി കുറിച്ച ഒരാളാണ് ചിന്നു. എങ്കിലും എന്തെങ്കിലും എങ്ങനെ ആയിരിക്കും സിനിമയിലേക്ക് വരിക എന്ന് ചിന്തിച്ചിരുന്നോ? ഏത് വഴിയായിരിക്കും എന്നുള്ളത്? ലൈക്ക് ഞാൻ ആക്ച്വലി ഫിലിമിൽ എനിക്ക് വരാൻ പറ്റുമോ എന്ന് വിചാരിക്കാത്തത് എൻ്റെ ഉള്ളിൽ നിന്ന് അയ്യോ ഐ കാൺട്ട് ആക്ട് എന്ന് വിചാരിച്ചിട്ടല്ല. ഓർ പക്ഷേ ഇറ്റ്സ് ബിക്കോസ് സിനിമയിൽ എന്നെ പോലത്തെ ആൾക്കാർ എനിക്ക് ഇഷ്ടമുള്ള പോലത്തെ ക്യാരക്ടേഴ്സ് ഒന്നും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ആക്സസിബിലിറ്റി അവിടെ എനിക്ക് കട്ടാണ്. അതല്ലാണ്ട് ഫിലിമിലേക്ക് ഒരു റൂട്ടും എൻ്റെ ഫ്രണ്ടിലില്ല. അപ്പം സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ദാറ്റ് ഇസ് പ്രോബബ്ലി വൈ ഞാൻ തിയേറ്ററിലേക്ക് കുറച്ച്, പിന്നെ MPhil ഒക്കെ ആയത്തേക്കിന് MPhil തിയേറ്ററിൽ ചെയ്താൽ കുറച്ച് നാളും കൂടെ തിയേറ്ററിൽ ചെയ്യാമെന്നുള്ളൊരു ഷോർട്ട് കട്ടൊക്കെ കണ്ടുപിടിച്ചു. ഷോർട്ട് കട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഇത്. സോ ഐ വാസ് ലൈക്ക് പ്രോബബ്ലി അതൊക്കെ ആയിരിക്കാം. ഐ മീൻ ആ സമയത്തും ആ സമയത്താണ് ഞാൻ അനുരാഗ് കരിക്കമണത്തിനൊക്കെ ഓഡിഷനൊക്കെ ചെയ്തത്. അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ അപ്പു ചേട്ടനൊക്കെ അജയ് രാഹുലൊക്കെ ആ പ്ലേ കാണാൻ വരികയൊക്കെ. അത് അല്ലാണ്ട് എൻ്റെ അടുത്ത്, കാരണം അതിൻ്റെ കാസ്റ്റിംഗ് കോൾ എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടി, ഞാനത് എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ കാസ്റ്റിംഗ് കോളിന് അപ്ലൈ ചെയ്തില്ല. അതേ മൂവിയാണ് ഞാൻ പിന്നെ ഓഡിഷൻ ചെയ്ത് എനിക്ക് ഈ പാട്ട് കിട്ടിയത്. അത് വേറൊരു ഫ്രണ്ട് എന്നെ റെക്കമെൻഡ് ചെയ്ത് ഞാൻ ഓഡിഷന് എന്നെ വിളിച്ചുകൊണ്ട് പോയതുകൊണ്ട്. If it was left up to me, I don't think I would have. നമുക്കുള്ളതെല്ലാം നമ്മളിലേക്ക് തന്നെ അല്ലേ രഞ്ജിത്ത്? അങ്ങനെയല്ല, നമുക്കുള്ളതെല്ലാം നമ്മളിലേക്ക് തന്നെ വരും. ഇപ്പൊ ഇതുപോലെ തന്നെ ഞങ്ങളെയൊക്കെ പോലെ ആങ്കറും ആയിരുന്നു ചിന്നു അല്ലേ? ആങ്കറിങ് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു? കാരണം നമ്മൾ ഇതുപോലെ പലരെയും കാണുന്ന മുന്നിലിരിക്കുന്ന വർത്താനം പറഞ്ഞു, അത് അഭിനയത്തെ എത്രമാത്രം സഹായിച്ചു? ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ കുറെ കാലം ആഫ്രിക്കയിലായിരുന്നു. എൻ്റെ അച്ഛൻ അവിടെയായിരുന്നു വർക്ക് ചെയ്യുന്നത്, ടാൻസാനിയയിൽ. അപ്പോൾ എൻ്റെ ഭാഷ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് മലയാളത്തിൽ പല വാക്കുകളും എനിക്ക് തിരിയില്ലായിരുന്നു. തിരിയില്ലെന്ന് വെച്ചാൽ അത് നാവ് വഴങ്ങില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ ആക്ച്വലി ഈ ഷോ, ഞാൻ ഏഷ്യാനെറ്റിലൊരു ഷോ 10 ലിറ്ററലി പ്രോബ്ലി ഡൺ മോർ ദാൻ 500 episodes. More than that maybe. Same show തന്നെ. Same show. സിനിമ ടുഡേ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ടായിരുന്നു, ഫിലിം ന്യൂസ് ഷോ ആണ്. അപ്പം ദാറ്റ്സ് വെയർ ഐ ലേൺഡ് അബൌട്ട് സിനിമ. പിന്നെ അത് ഹരീഷ് ഏട്ടൻ, അമരവിള, സതീഷ് അവരൊക്കെ ആണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പം നല്ല കട്ടിയുള്ള മലയാളത്തിൽ ഭയങ്കര പ്രൊസൈക്ക് ആയിട്ടൊക്കെ അവർ സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പം ഞാൻ ശരിക്കും ഈ സ്ക്രിപ്റ്റ് പഠിച്ച് അത് കാണാപ്പാടമാക്കി അത് റെൻഡർ ചെയ്യാനൊക്കെ പഠിച്ചത് അവിടെയാണ്. കാരണം ഇറ്റ്സ് 5 minute ഷോ. നമ്മൾ മറ്റേ എക്സ്പ്രസ് ട്രെയിൻ പോകുന്ന സ്പീഡിലാണ് ആ ഷോ പോകുന്നത്. അപ്പോൾ ഞാൻ മലയാളമൊക്കെ പഠിച്ചതും അത് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് അത് ഓർത്ത് വെക്കാൻ പഠിച്ചൊക്കെ അവിടെയാണ്. സോ ഐ ബിലീവ് ദാറ്റ് പ്രോബബ്ലി ഹെൽപ്പ് മീ. ഇപ്പം രഞ്ജിത്തിന്റെ കാര്യം എടുക്കുമ്പോൾ നല്ല ശബ്ദമാണ്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ശബ്ദത്തിന് വലിയ പ്രാധാന്യം, പ്രത്യേകിച്ച് മെയിൽ ആക്ടേഴ്സിന്. അപ്പം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ശബ്ദമായി? പറഞ്ഞിട്ടുണ്ട്. ഒരു സന്തോഷം. ഇപ്പം ചിന്നുവിലേക്ക് വരുമ്പോൾ ചിന്നു ഡബിങ് അത്ര ഇഷ്ടമില്ലെന്ന് എവിടെയോ പറയുന്നത് കേട്ടോ. ഇതൊക്കെ എവിടെ നിന്ന് അറിയുന്നത്? എനിക്കറിയാം. എനിക്ക് ആക്ച്വലി എനിക്ക് പ്രോസസ് ഓഫ് ആക്ടിങ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ ആ ആക്ടിങ് പ്രോസസ്സിൽ ചെയ്യുന്ന ആ സംഭവം ഒരിക്കലും ആ ഡബിങ്ങിൻ്റെ ആ ചെറിയൊരു മുറിക്കകത്ത് ചെന്ന് നിൽക്കുമ്പോൾ അതേ സാധനം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ സാധനത്തിന്റെ ഡെപ്ത് ഒന്നും റീക്രിയേറ്റ് ചെയ്യാൻ
പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എന്ന് എനിക്ക് തോന്നലുണ്ട്. അത് ഒബ്വിയസ്ലി ഒരുപാട് ഒരുപാട് വെരി ടാലന്റഡ് ആയിട്ടുള്ള വോയിസ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര ലൈക്ക് യുനോ ആരാധനയോടൊക്കെ നോക്കും. അപ്പോൾ എനിക്ക് ഡബിങ്ങിന്റെ പ്രോബ്ലം ഇതാണ്. ഐ ഫീൽ നമ്മൾ ചെയ്തു വെക്കുന്ന ഒരു ലൈവായിട്ട് ചെയ്തു വെക്കുന്നതിന്റെ ആ ഒരു അത്രത്തോളം ഇന്റൻസിറ്റിയിൽ ഡബിങ്ങിൽ എനിക്ക് പലപ്പോഴും അങ്ങനെ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് ചെയ്യേണ്ടി വരുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ രഞ്ജിത്തിനോട് സംസാരിക്കുന്ന ഓരോ നിമിഷം എനിക്ക് തോന്നുന്നു രഞ്ജിത്ത് അത്രമാത്രം സിനിമയും എനിക്ക് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതായിട്ട് തോന്നി. ഇപ്പൊ ചിന്നു പറഞ്ഞു എനിക്ക് സിനിമയുടെ എല്ലാ വശങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അഭിനയം അല്ലാതെ രഞ്ജിത്തിന് മറ്റേതെങ്കിലും മേഖല സിനിമയിൽ? എനിക്ക് പണ്ടൊരു അഭിനയ മോഹം തന്നെ. എനിക്ക് ഒരു 10 വർഷം കഴിഞ്ഞിട്ട്, പക്ഷെ ഇപ്പം ഞാൻ ഫുള്ളി ഒരു ആക്ടറായിട്ടാണ് ഫോക്കസ്. എനിക്ക് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ചെയ്യണം. എനിക്കൊരു ക്രിയേറ്റീവ് ഫുൾഫിൽമെന്റ് എനിക്ക് തന്നെ നൽകണം. അതാണ് എൻ്റെ അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞൊരു മുട്ടായി സ്റ്റോറിൽ പോകുന്ന പോലെ എനിക്ക് ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. എനിക്ക് ഏറ്റവും ഒരുപാട് മെമ്മറബിൾ കഥാപാത്രങ്ങൾ ചെയ്യണം. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ചിന്താഗതി. ഇപ്പം നായകനായിട്ട് മാത്രമേ അഭിനയിക്കൂ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ക്യാരക്ടറിലോട്ട് എനിക്ക് കണക്ട് ആവാൻ പറ്റണം. എന്നെ ഇൻട്രീഗ് ചെയ്യണം ആ ക്യാരക്ടർ. എന്നെ എങ്ങനെയോ കണക്ട് ചെയ്യാൻ പറ്റണം. അത് ഏത് രീതിയിലും ആവാം. അങ്ങനെ മെയിൻ റോൾ എന്നല്ല. കാരണം പറഞ്ഞ പോലെ തന്നെ എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം. എന്നെ ക്രിയേറ്റീവ്ലി ചാലഞ്ച് ചെയ്യണം. അതാണ് ഞാൻ നോക്കുന്നത്. കാരണം ഞാനൊരു 10-15 വർഷം മുൻപേ പൃഥ്വിരാജിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ് പുള്ളി ഇന്ന് എല്ലാം അച്ചീവ്. അതുപോലെ എനിക്ക് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് ഒരു മുട്ടായിക്കടയിൽ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത്ര ഒരു കൗതുകത്തോടെ നിൽക്കുന്ന കുട്ടീനെ പോലെ. അപ്പം ഗോളത്തിൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ പോസ്റ്ററിൽ തന്നെ കാണുന്ന സണ്ണി ഉണ്ട് അല്ലെ, കുറേ ട്രെയിലർ വന്നപ്പോൾ കുറേ കഥാപാത്രങ്ങളുണ്ട് അല്ലേ. ഇപ്പം ചിന്നു ഇടയ്ക്ക് പറയുണ്ടായി ഒരാൾക്ക് നല്ല പ്രാധാന്യം. അപ്പം അത്രയും ഒരു വലിയ ക്രൂവിനെ ഒരുമിച്ച് ചെയ്യാൻ എങ്ങനെയായിരുന്നു ആ ഒരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസ്? ഇതിൻ്റെ ഒരു യുണീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വെറ്ററൻ ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ കുറച്ച് സിനിമ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. ഒരുപാട് പുതുമുഖങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാവരെയും ബാലൻസ് ചെയ്തെടുത്തൊരു ഇതാണ്. അപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഒരു ഹാറ്റ്സ് ഓഫ് കൊടുക്കേണ്ടത് നമ്മുടെ ഡയറക്ടറിൻ്റെ കൂടെയാണ്. ഇത്രയും ഒരു ഡൈവേഴ്സ് സെറ്റ് ഓഫ് കാസ്റ്റിനെ മാനേജ് ചെയ്ത് ഒരു പടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഞങ്ങളൊരു ഓഫീസ് സ്പേസിലാണ് മിക്ക പടം ഷൂട്ട് ചെയ്തത്. അത് ഒരുപാട് ചൂടുണ്ടായിരുന്നു. അതിൻ്റെ ദോഷങ്ങളൊക്കെ യൂസ് ചെയ്താൽ കാണും. പുള്ളിക്കാരി കുറച്ചുകൂടെ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്താണോ? നമ്മള് ഇതുപോലത്തെ ഒരു വലിയൊരു ഹാള്, അതിന്റെ ഒരു അറ്റത്ത് ഒരു റിസപ്ഷൻ, ബാക്കി കുറെ ഓഫീസ് ഏരിയാസ്, അറ്റത്ത് MD ക്യാബിൻ, അങ്ങനെ ഒരു സ്പേസ് ആണ്. അപ്പം മേളിലൊക്കെ നോക്കിയാൽ നമുക്ക് ഇതുപോലെ AC ഉണ്ട്, സെൻട്രലൈസ്ഡ് സാധനം. പക്ഷെ അത് ഒബിയസ്ലി സെറ്റ് ഇട്ടതാണ്, വർക്കാവില്ല. അപ്പം സ്റ്റാൻഡിങ് ആയിട്ട് ഇതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട് എത്ര ACs ഇവർക്ക് വെക്കാം. കാരണം ഷൂട്ട് ചെയ്യുമ്പോൾ ആക്സസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവര് ഫിസിക്കലി 3 സ്ഥലത്ത് സ്പേസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഷോട്ടിന്റെ ഇടയ്ക്കൊക്കെ എണീറ്റ് വന്ന് അതിന്റെ അടുത്ത് പോയി നിൽക്കും. കാരണം അത്ര നമ്മൾ വിയർത്തോണ്ടിരിക്കുകയായിരിക്കും. ഞാനിരിക്കുന്നിടത്തൊന്നും AC ഇല്ല എന്നുവെച്ചാൽ അങ്ങേയറ്റാണ്. ഞാൻ മറന്നുപോയ മറ്റേ ലാൻഡിലെ വ്യക്തിയാണ്. അപ്പോൾ ലൈക്ക് അതിന്റെ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ദാറ്റ് ഇങ്ങനെ ആണ്. പിന്നെ കാർപ്പറ്റ് ആണ്. അപ്പൊ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഡസ്റ്റ് കയറും. എനിക്കൊക്കെ ഐ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. നമുക്ക് ചിലവർക്ക് ബ്രെത്തിന്റെ ഇഷ്യൂസ് വരും. പക്ഷേ ഓൺ ദി അതർ സൈഡ് നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുന്നു, വെള്ളിയിക്കുന്നു, കുളിക്കുന്നു, താഴെ വരുന്നു, ഫുഡ് കഴിക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, തിരിച്ചു വീണ്ടും അതിനകത്തേക്ക്. കാരണം നമ്മൾ താമസിക്കുന്ന സ്ഥലവും ഷൂട്ട് ചെയ്യുന്ന സ്ഥലവും ലൈക്ക് നമ്മൾ ഹോട്ടലിൽ നിന്ന് ലിഫ്റ്റ് എടുത്ത് താഴെ വന്നാൽ ഷൂട്ട് ചെയ്യുന്ന സ്ഥലമായി. അങ്ങനെയായിരുന്നു ലിറ്ററലി വി ഷോട്ട് ഫോർ 1 month. ഗോളത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് ഓർക്കുന്ന ഏറ്റവും രസകരമായ ഒരു സംഭവം എന്തായിരിക്കും? കാരണം കുറച്ച് സീരിയസ് മൂവിയാണ്, എന്നാൽ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സാധനം ഉണ്ടാവില്ലേ? എനിക്ക് പേഴ്സണലി നമ്മൾ പാക്കപ്പ് ആയ ദിവസമായിരുന്നു. കാരണം നമ്മൾ അത്രയും എക്സ്പീരിയൻസ് ചെയ്ത് അത്രയും വൈബ് വെച്ച് പോയ സമയത്ത് ഉടനെ തീർന്നപ്പോൾ നമുക്കൊരു അതൊന്ന് സിങ്കിൻ ചെയ്യാൻ കുറച്ച് സമയം എടുത്തു. തീർന്നു അത് ശരിക്കും. അപ്പോഴത്തേക്കും ഞങ്ങള് ആ സമയത്ത് ഞാനും സംജാതും പ്രവീണും തനിയും ഒന്ന് കൂടിയത്. അപ്പോഴത്തേക്കും ഒരുപാട് സംസാരിച്ചു. കാരണം പറഞ്ഞ പോലെ ഇത് നമ്മളെല്ലാവരും ഒരു സ്വപ്നമായിരുന്നു. സോ അത് നമ്മൾ ഡബിങ് കൊണ്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ, പിന്നെ അതിൻ്റെ ഒരു പ്രധാന ഭാഗം ഷൂട്ടിങ് കഴിഞ്ഞു. അത് അപ്പം കിട്ടിയ ഒരു ഫീലിംഗ് ഒരു വളരെ ബ്യൂട്ടിഫുൾ ഫീലിംഗ് ആയിരുന്നു എൻ്റെ ഒരു മനസ്സിൽ. എനിക്ക് തോന്നുന്നു ഇത്രയും നേരം സംസാരിച്ചിരുന്നപ്പോൾ രണ്ടുപേരും, ചിന്നു ആയാലും രഞ്ജിത്തായാലും, സിനിമയെ അത്രമേൽ സ്നേഹിക്കുന്ന 2 പേരോടുകൂടി ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഇനിയും പുതിയ പുതിയ സിനിമകളിലൂടെ പുതിയ പുതിയ വിശേഷങ്ങളുമായി നമുക്ക് കണ്ടുമുട്ടാം. ഗോളം തിയേറ്ററിൽ ഒരു വലിയ വിജയമാകട്ടെ. രഞ്ജിത്തും ചിന്നുവും ആഗ്രഹിക്കുന്ന ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നിങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച്.